നമസ്കാരം. ഞാൻ തോമസ് ആൻ്റണി, അഭിഭാഷകനും സോഷ്യൽ വർക്കറുമാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് വൈകല്യങ്ങളും നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ലോ റിലേറ്റഡ് ടു ഡിസബിലിറ്റി. നമുക്കറിയാം, വൈകല്യങ്ങൾ പ്രധാനമായും മാനസികമെന്നും ശാരീരികമെന്നുമാണ് നമ്മൾ പറയാറുള്ളത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വൈകല്യങ്ങൾ ഫിസിക്കൽ ഇൻ നേച്ചർ ആവാം, കോഗ്നിറ്റീവ് ആവാം, ബിഹേവിയറൽ ആവാം, ഇമോഷണൽ വരെ ആവാം. കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഇന്ന് 26.8 മില്യൺ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യവുമായി ജീവിക്കുന്നവരാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ 2.21% ആളുകൾ. ഇന്ത്യൻ ഭരണഘടന വൈകല്യമുള്ളവർക്കും സാധാരണ രീതിയിൽ ജീവിക്കുന്നവർക്കും ഒരേപോലെ ധാരാളം അവകാശങ്ങളും നിയമങ്ങളും ഉത്തരവാദിത്തങ്ങളും അനുശാസിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ജീവിക്കുവാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനായുള്ള അവകാശം, മതപരമായ കാര്യങ്ങൾക്കുള്ള അവകാശം, ചിന്തിക്കുവാനുള്ള അവകാശം, പ്രകടിപ്പിക്കുവാനുള്ള അവകാശം, വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, അങ്ങനെ നിരവധി അവകാശങ്ങൾ ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ 45 പ്രകാരം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ സാധാരണ കുട്ടികളെ പോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും ബാധകമാണ്. ആർട്ടിക്കിൾ 23 ക്ലോസ് 2 പ്രകാരം വൈകല്യമുണ്ട് എന്നതുകൊണ്ട് ഒരു കുട്ടിയെപ്പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തഴയാൻ ഇടവരരുത് എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 47 പ്രകാരം അതാത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് തങ്ങളുടെ ജനങ്ങളുടെ ജീവിത നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്തുക എന്നത്, ലെവൽ ഓഫ് ന്യൂട്രീഷൻ ഉയർത്തുക എന്നത്. ഫാമിലി ലോസ് കണക്കിലെടുക്കുമ്പോൾ, കുടുംബപരമായ നിയമങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയിൽ ഹിന്ദു മാരേജ് ആക്ട്, ക്രിസ്ത്യൻ മാരേജ് ആക്ട്, സ്പെഷ്യൽ മാരേജ് ആക്ട്, ഫോറിൻ മാരേജ് ആക്ട്, ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻറ്റ് ആക്ട്, ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് മുതലായ നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഇവയിലെല്ലാം പറയുന്ന നിയമവ്യവസ്ഥകൾ സാധാരണ വ്യക്തികൾക്കെന്ന പോലെ തന്നെ വൈകല്യങ്ങളുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ബാധകമാണ്. വിവാഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മാനസിക വൈകല്യമുള്ള വ്യക്തികൾക്ക്, ലുനാറ്റിക് ഓർ അൺസൗണ്ട് മൈൻഡായിട്ടുള്ള വ്യക്തി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ആ ബന്ധം നിയമപരമായി വേർപെടുത്തുന്നതിനുള്ള കാരണമായി കണക്കാക്കാം എന്നാണ് പറയുന്നത്. പിന്തുടർച്ച അവകാശ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യൻ സക്സഷൻ ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, മുസ്ലിം നിയമങ്ങളിലെ സമാനമായ ചട്ടങ്ങൾ, ഇവയിലെല്ലാം പറയുന്നത് വൈകല്യമുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ പാരമ്പര്യ സ്വത്തിൽ അവകാശമുണ്ടായിരിക്കും എന്നാണ്. ഭരണഘടനയും പൊതുവായ ഇത്തരം നിയമങ്ങൾ മാറ്റി നിർത്തിയാൽ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് സ്പെസിഫിക്കായി ചില പോളിസീസും ആക്ടുകളും ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇത്തരം നിയമങ്ങളിലേക്ക് വഴിവെക്കുന്ന അവകാശ പോരാട്ടങ്ങളുടെ ആരംഭം 1970-കളിലാണ്. ആ കാലഘട്ടത്തിൽ ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ വൈകല്യമുള്ളവർ അവർ സ്വയമേ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. 1980-കളിലേക്ക് എത്തിയപ്പോൾ ഇവരുടെ ആവശ്യങ്ങൾക്ക് പല സംഘടനകളുടെ സപ്പോർട്ടും കൂടി വന്നു. അങ്ങനെ കൂട്ടായ ശബ്ദം ഉയരാൻ തുടങ്ങി. ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും വിവേചനങ്ങൾക്കും എതിരെ ശബ്ദമുയരാൻ തുടങ്ങി. ഇതിൻ്റെ എല്ലാം ശ്രമഫലമായിട്ടാണ് 1995 പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, ഫുൾ പാർട്ടിസിപ്പേഷൻ ആക്ട് അഥവാ PWD ആക്ട് നിലവിൽ വന്നത്. ഈ ആക്ട് പ്രകാരം ഡിസബിലിറ്റിയെ 7 തരംതിരിച്ചിരിക്കുന്നു. blindness, low vision,
leprosy cure, hearing impairment, locomotor disability, മെൻ്റൽ റിട്ടാർഡേഷൻ ആൻഡ് മെൻ്റൽ ഇൽനെസ്. ഇങ്ങനെയാണ് ആ 7 ക്ലാസിഫിക്കേഷൻ. ഇതുകൂടാതെ പ്രിവെൻഷൻ ആൻഡ് ഏർലി ഡിറ്റൻഷൻ ഓഫ് ഡിസബിലിറ്റി, വൊക്കേഷണൽ ട്രെയിനിങ്ങോട് കൂടിയ എഡ്യൂക്കേഷൻ, റിസർവേഷനോട് കൂടിയ എംപ്ലോയ്മെൻറ്റ്, വൈകല്യമുള്ള വ്യക്തികൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഇൻഷുറൻസ് കവറേജും ഉറപ്പാക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി ആക്ഷൻസ്, വൈകല്യമുള്ള വ്യക്തികൾക്ക് സഹായകമാകുന്ന അപ്ലയൻസസ് വിതരണം ചെയ്യുന്ന അഫർമേറ്റീവ് ആക്ഷൻസ് തുടങ്ങി ധാരാളം അനുകൂല ഘടകങ്ങളുമായിട്ടാണ് 1995 ഈ ആക്ട് നിലവിൽ വന്നത്. മറുവശത്ത് ധാരാളം ന്യൂനതകളും ഈ ആക്ടിനുണ്ടായിരുന്നു. 1995 ഈ ആക്ടിന് ശേഷവും അതിനു മുൻപും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം മറ്റു നിയമങ്ങളും നിലവിലുണ്ടായിരുന്നു, പ്രധാനമായും മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട്. ഉദാഹരണത്തിന് മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1992, നാഷണൽ ട്രസ്റ്റ് ഫോർ വെൽഫെയർ ഓഫ് പേഴ്സൺസ് വിത്ത് ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെൻ്റൽ റിട്ടാർഡേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ആക്ട് 1999, നാഷണൽ പോളിസി ഫോർ ദി റൈറ്റ്സ് ഓഫ് ഡിസേബിൾഡ് പേഴ്സൺസ് 2006. ഇങ്ങനെ ധാരാളം പോളിസീസ് നിലവിലുണ്ടായിരുന്നു. ഈ പോളിസികളുടെയും നിയമങ്ങളുടെയും പോരായ്മകളും വർദ്ധിച്ചു വന്ന ചൂഷണങ്ങളും അതിനെതിരെ ഉയർന്ന ശബ്ദങ്ങളും ഇതിൻ്റെ എല്ലാം ശ്രമഫലമായിട്ടാണ് 2016 ഇന്ത്യയിൽ നാഴികക്കല്ലായി മാറിയ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് നിലവിൽ വരുന്നത്. ഈ ആക്ട് പ്രകാരം 7 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരുന്ന ഡിസബിലിറ്റി 21 തരങ്ങളിൽ ക്ലാസിഫൈ ചെയ്തു. മറ്റൊരു സവിശേഷത, ഈ ആക്ട് പ്രകാരം അതാത് ഗവൺമെൻറ്റുകൾക്കും ലോക്കൽ അതോറിറ്റീസിനും വൈകല്യമുള്ള വ്യക്തികൾ ആയി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വർദ്ധിച്ച ഉത്തരവാദിത്വം നൽകുകയുണ്ടായി. അതുപ്രകാരം ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ധാരാളം പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്യാൻ ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചു. അതോടൊപ്പം വൈകല്യങ്ങൾ സംബന്ധിച്ച് ഉണ്ടായേക്കാവുന്ന നിയമലംഘനങ്ങൾ നേരിടുന്നതിന് വേണ്ടിയുള്ള എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റീസ് അപ്പോയിൻ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട പീനൽ നിയമങ്ങൾ നിലവിൽ കൊണ്ടുവന്നു. മറ്റൊരു സവിശേഷത, അതുവരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സർക്കാർ ജോലികളിലേക്കുള്ള സംവരണം 3% നിന്ന് 4% ഉയർത്തി. ഇത്തരത്തിൽ ധാരാളം ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ധാരാളം ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതായിരുന്നു 2016 ഈ ആക്ട്. ഇനി ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ്. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. 40% വൈകല്യമുള്ള ഒരു വ്യക്തിക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാൻ യോഗ്യതയുണ്ട്. സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡുകളാണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുക. വൈകല്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ യുണീക്ക് ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റാണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. രണ്ടാമതായി ഡിസബിലിറ്റി പെൻഷൻ. 80% ഡിസബിലിറ്റി ഉള്ള 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട ഏതൊരു വ്യക്തിക്കും ഇന്ദിരാഗാന്ധി നാഷണൽ ഡിസബിലിറ്റി പെൻഷൻ സ്കീമിൽ അംഗമാകുവാനും അതിൻ്റെ ആനുകൂല്യം പറ്റുവാനും അർഹതയുണ്ട്. മറ്റൊരു കാര്യം, ഇൻകം ടാക്സ് കൺസെഷൻ.
ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 80D പ്രകാരവും സെക്ഷൻ 80U പ്രകാരവും ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് ഇൻകം ടാക്സ് കൺസെഷന് അർഹതയുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇന്ത്യയിൽ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമങ്ങൾ എത്രമാത്രം ശക്തമാണ് എന്ന്, എത്രമാത്രം വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നാം കണക്കിലെടുക്കുന്നു, അല്ലെങ്കിൽ അധികാരപ്പെട്ടവർ കണക്കിലെടുക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ചിന്തിച്ചാലും 1945 UN ചാർട്ടർ മുതൽ മനുഷ്യരുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വൈകല്യമുള്ളവരുടെ അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തുന്നുണ്ട്, ആശയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനെ തുടർന്ന് UN Declaration for the Rights of Mentally Retarded Persons, Convention for the Rights of Disabled Persons 2006 തുടങ്ങിയ ധാരാളം ഡിക്ലറേഷൻസ്, ധാരാളം കൺവെൻഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നിയമവും ഡിസബിലിറ്റിയും അല്ലെങ്കിൽ നിയമവും വൈകല്യവും എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള വളരെ ചെറിയ അറിവുകൾ. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി.